വേറെ ആർക്കെങ്കിലും അറിയോ? എന്റെയോ? എന്റെ ഭാര്യക്ക് അറിയാം. ഭാര്യക്കല്ലാണ്ട്? ഭാര്യക്കല്ലാണ്ട് ആർക്കും അറിയത്തില്ല. അറിയില്ല. ഇല്ല. ചേട്ടനും ഭാര്യയ്ക്ക് മാത്രമേ അറിയുള്ളൂ. ഓക്കെ. എനിക്ക് ഇടയ്ക്ക് മറന്നുകൊണ്ട് അവളെ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ പെട്ടുപോകും. ഇടയ്ക്ക് വിരലൊന്നും വെച്ചാ ഇത് വർക്ക് ചെയ്യല. ആ സമയത്ത് ഇത് ചോദിക്കുമ്പോ വിളിച്ചു ചോദിക്കണം. അതുകൊണ്ടാ. അതെ. ഓക്കെ. ധ്യാൻ ചേട്ടാ, പിൻ ഓഫ് യുവർ ATM കാർഡ്. പറയണ്ട. ആർക്കറിയാം? ആർക്കും അറിയില്ല. ചേട്ടനറിയാം. വേറെ എനിക്കറിയണ്ടേ പിന്നെ? അല്ല, ചേട്ടൻ അല്ലാണ്ട് ആർക്കും അറിയില്ല. ആരുടെ അടുത്തും പറഞ്ഞിട്ടില്ല. ഓക്കെ. വിനയ് ചേട്ടാ, മോസ്റ്റ് ബോറിംഗ് വേർഷൻ ഓഫ് യുവർ സെൽഫ്. ആഫ്റ്റർ ഡ്രങ്ക്. സത്യം. സത്യം. ആണോ? കൊടുക്കണമെന്നുണ്ടോ? അല്ല, എന്താ മിണ്ടാത്തെ? അത് ഞാൻ എന്നെ വെക്കുന്നു, നീ പറ നിന്റെ. ബോറിംഗ് വെർഷനാ ഇതൊക്കെ തന്നെ. അല്ല, ചേട്ടൻ അറിയാം ചേട്ടന്റെ ബോറിംഗ് വേർഷൻ. അല്ല കുറെ ആൾക്കാർക്ക് അറിയാം. എന്റെ ഏറ്റവും ബോറിംഗ് വെർഷൻ വേറെ കുറെ ആൾക്കാർക്ക് അറിയാം. ആണോ? ഫ്രണ്ട്സ് ആൾക്കാർക്കും അറിയാം. ഓക്കെ. അടുത്തത്, നെയിം ഓഫ് യുവർ ഫസ്റ്റ് ലവ്. ആർക്കും അറിയില്ല, എനിക്ക് മാത്രമേ അറിയുള്ളൂ. വേറെ ആരുടെ അടുത്ത്, ഫ്രണ്ട്സിന്റെ അടുത്ത് ഒന്നും പറഞ്ഞിട്ടില്ല പണ്ടൊന്നും? അവക്ക് പോലും അറിയത്തില്ല. ആക്ച്വലി അതെ, സത്യമല്ലേ? ഇവര് പ്രണയത്തിലായിരുന്നു എന്നല്ലേ? ഞാൻ ഫസ്റ്റ് ലവ് എന്ന് പറഞ്ഞാൽ നമുക്ക് 2 ആവണമെന്നുണ്ടോ? ഇല്ല. ആ കുട്ടി പോലും അറിഞ്ഞിട്ടില്ല. ആണോ? ഓക്കെ. അപ്പം അടിപൊളി സെഗ്മെന്റ് ആയിരുന്നില്ലേ? ഞങ്ങളല്ലേ പറയണ്ടേ? അല്ല, ആയിരുന്നില്ലേ? നല്ലതായിരുന്നു. ഓക്കെ. അപ്പം നമ്മുടെ സിനിമയുടെ വിശേഷങ്ങളിലേക്ക് വരികയാണെങ്കിൽ അതിന് വേണോ? അല്ല ചേട്ടാ, അങ്ങനെയല്ല. സിനിമ അതല്ല, അതുകൊണ്ടല്ല, ഗെയിംസ് ഒക്കെ നല്ലതായിരുന്നല്ലോ, ഇത് ഇവിടെ നിർത്തിക്കൂടെ? അല്ല, സിനിമയുടെ വിശേഷങ്ങളും കൂടെ നമ്മൾ പങ്കുവെക്കണമല്ലോ. ആ സെഗ്മെന്റ് ഒറ്റ വിലയിട്ട് കൊടുക്കണ്ടോന്ന് നെറ്റ്ഫ്ലിക്സ് ചോദിക്കും. അല്ല, ഞങ്ങള് പ്രൊഡ്യൂസർ എന്ന സെഗ്മെന്റ് അവരത് ഒറ്റ വിലയിട്ട് കൊടുക്കുവാണെങ്കിൽ നെറ്റ്ഫ്ലിക്സ് എടുക്കാന്ന് പറഞ്ഞത് മൊത്തം നല്ല വിലയായിട്ട്. അത് ചോദിച്ചു നോക്കാം, നിങ്ങൾ കിട്ടുവാണെങ്കിൽ ഇപ്പം ഇത് വിടുന്നതിന് മുമ്പ് കൊടുത്താൽ പറ്റുവാണെങ്കിൽ നല്ലതാണ്. അങ്ങനെ ചേട്ടാ, ഇപ്പൊ ബാക്കി വിശേഷങ്ങളിലേക്ക് വരികയാണെങ്കിൽ, ശ്രീനിയേട്ടനാണെങ്കിൽ സെറ്റിലാണെങ്കിൽ 1 വർഷം 6 തിരക്കഥയൊക്കെ എഴുതാറുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. ചേട്ടൻ കേട്ടിട്ടില്ലേ? 1 വർഷം 9 സിനിമകൾ അദ്ദേഹത്തിന്റെ തിരക്കഥയിൽ റിലീസായിട്ടുണ്ട്. അങ്ങനെ പറയാം. ഓക്കെ. 9 തിരക്കഥകൾ അദ്ദേഹത്തിന്റെ. കോച്ചിനെ കൊണ്ടാണ് വന്നിരിക്കുന്നത്. കോച്ചിങ് കൊടുക്കുന്നു, സഹായിക്കുന്നു. നൈസ് സാരി, നൈസ് സോങ്, എല്ലാ കുട്ടിയുടെ എല്ലാ പാളിച്ചകളിലും നിങ്ങൾ അടുത്ത ഇനി 3 ഇന്റർവ്യൂ ഉണ്ട്. എന്നെ പൊക്കി പറഞ്ഞു അവൻ എന്തൊക്കെ നിങ്ങൾ പറഞ്ഞു. അവസാനം നീ തന്നെ അവനെ വിളിച്ചില്ലേ? ശരിക്കും ഇവന്റെ വളക്കല് കണ്ടിട്ട് സുമതി ഉളവിൽ ഇവനെ വിളിച്ചതാ. ഇവൻ പോയില്ല. അവര് കൊറേ നോക്കി ഇവന്റെ ഡേറ്റിന്. എല്ലാ കുട്ടി അതില് പാടും. 1986 9 സിനിമ അങ്ങനെ പറയൂ. പ്രത്യേകിച്ച് അതൊക്കെ തെറ്റായ ഡേറ്റ പറയാണ്. ഇതിനു മുമ്പ് സർഗത്തിലെ വേണുചേട്ടനെ ഞാനിങ്ങനെ കണ്ടിട്ടുള്ളൂ. നിർത്തി പാടും, എന്നാലല്ലേ ഭാവം വരൂ എന്ന് പറയുന്ന. അത് കഴിഞ്ഞ് ഞാൻ ഇന്ന് പിന്നെ അത്ര ഇമോഷണൽ കണക്ഷൻ കിട്ടിയത് എനിക്ക്. നിർത്തി ചോദിക്കൂ എന്താന്ന് വെച്ചാ. അല്ല, ഞാൻ ചോദിച്ചത് 9 അല്ല, അത് അങ്ങനെ പറയൂന്നാ പറഞ്ഞത് എന്നോട്. അത് കേട്ടില്ലേ മോളെ? അങ്ങനെ പറയൂ. പറയാം. അങ്ങനെ പറയുന്നത് 6 അല്ല 9 ആണ്. 9. അത് മാത്രല്ല, എന്താ തിരുത്തിയായിരുന്നു മലയാളത്തിലെ ഗ്രാമാറ്റിക്കലി. അതായത് 6 സിനിമ ആ വർഷം എഴുതിന്ന്. അതെറ്റാ. അദ്ദേഹം എഴുതിയ 9 സിനിമ ആ വർഷം റിലീസായി. എഴുതിയത് ചിലപ്പോ 5 വർഷം മുമ്പാണെങ്കിലോ. ഇതൊക്കെ ഗോക്കളെ മേച്ച് കളിച്ചും ചിരിച്ച് നടക്കുമല്ലേ, അറിയാമോ? ഞാൻ ചേട്ടന് 1 വർഷം എത്ര സിനിമ എഴുതണം എന്നാണ് ആഗ്രഹം? ഇപ്പൊ ഒന്നും ആഗ്രഹമില്ല. എന്നാലും ഇന്റർവ്യൂ ഒന്ന് തീർന്നാ മതി. ഓക്കെ. അജുചേട്ടന്റെ നമ്മളൊരു വേറെ തന്നെ ഒരു വേർഷൻ കണ്ടത് കേരള ക്രൈം ഫയൽസിലാണ്. ചേട്ടന്റെ കരിയറിലൊരു ശരിക്കും ഒരു കരിയർ ബ്രേക്ക് തന്നെയായിരുന്നു. എന്താണ്? അതെ, സത്യം. പിന്നെ ബ്രേക്ക് അടിച്ചു വിടാൻ കുറെ പാടുപെട്ടു. പറയണേ ചോദിക്കൂ. അല്ല, അത് കഴിഞ്ഞിട്ട് ചേട്ടന്റെ ലൈഫിൽ തളർന്നിട്ടില്ല. സിനിമയില് ബ്രേക്ക് വന്നപ്പോഴാണ് ഈ അവസരം കിട്ടി അങ്ങോട്ട് പോയതാ. അവിടെയും ബ്രേക്ക് ആയി. അല്ല ചേട്ടൻ, അത് കഴിഞ്ഞിട്ട് ചേട്ടൻ ലൈഫിൽ വന്നിട്ടുള്ളൂ. ഈ ഇന്റർവ്യൂ നിനക്കൊരു ബ്രേക്ക് ആയിരിക്കും. അല്ല, എല്ലാരും ഒന്നും മിണ്ടരുത്. ക്രൈം ഫയൽസിന്റെ എന്തോ ഒരു ചോദ്യം ഉത്തരവുണ്ട്. ചേട്ടാ, മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞത്? അതൊന്നൂടെ പറയോ? ഞാൻ ബ്രേക്കിൽ നിൽക്കുമ്പോ അല്ല, ബ്രേക്ക് അത് കഴിഞ്ഞിട്ട് ചേട്ടൻ ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങളാ വന്നത്? അങ്ങനെയൊന്നും വന്നില്ല. ഒരു മാറ്റം വന്നില്ലേ? സീരിയസ് വേഷങ്ങൾ കിട്ടാൻ തുടങ്ങി. കൂടുതൽ അവസരങ്ങൾ തേടി വന്നോ? അവസരങ്ങൾ ആക്ച്വലി കുറവാ വന്നേ. അതെന്താ? ബിക്കോസ് സീരിയസ് വേഷങ്ങളിലോട്ട് വന്നപ്പം അത് ചെയ്യാൻ നന്നായിട്ട് അറിയാവുന്നവരുണ്ട്.
അപ്പൊ അതിന് മുമ്പുള്ള ഈ സൈഡ് കിക്ക് പരിപാടികൾ അങ്ങനത്തെ സംഭവങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനത്തേതായിരുന്നു കുറെ എനിക്ക് വന്നുകൊണ്ടിരുന്നത്. ഇതിലോട്ട് മാറിയപ്പോൾ അവർക്ക് കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടാവാം, ഇയാളിപ്പം സീരിയസ് ആണോ എടുക്കണേ, മറ്റേത് നിർത്തിയോ. അപ്പൊ ആ ഒരു ഇത് നാച്ചുറലി ഏത് റോൾസ് ഇയാൾക്ക് ഇപ്പൊ കൊടുക്കണം എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവാം. ബിക്കോസ് അയാള് ഇപ്പൊ പഴയത് ചെയ്യുന്നില്ലേ. അതുകൊണ്ട് ഇന്റർവ്യൂസിൽ കിട്ടുന്ന അവസരങ്ങളിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്, എന്തൊക്കെയോ എന്താ ഇവരെന്തൊക്കെയോ അയ്യോ ഉള്ളിൽ കൂടെ പറയുന്നുണ്ട്. ഞാനൊന്നും അതുകൊണ്ടാണ് പറഞ്ഞില്ല. എടുത്തു പറയുന്നത്, ഏത് വേഷവും കഥാഗതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഏത് റോളും സീനിന്റെ ലെങ്ത് നോക്കാതെ ഞാൻ ചെയ്യും, എടുക്കാറുണ്ട്. ഓക്കെ, എന്തെങ്കിലും പറയുന്നുണ്ടോ? ഒന്നുമില്ല, ചെറുക്കനും പെണ്ണും അങ്ങനെയാണ് സംസാരിക്കാൻ എന്തെങ്കിലും അവസരം കൊടുത്തത്, നമുക്കൊന്നും മാറിയിരിക്കണം നിൽക്കാൻ ഓർത്ത്. ഇല്ലില്ല മാറണ്ട ശരി. ഓക്കെ, രമേശ് ഏട്ടൻ ഭയങ്കര സർപ്രൈസിന്റെ ആളാണല്ലേ? ആര് പറഞ്ഞു? അല്ല, രമേശ് ഏട്ടൻ പണ്ട് വൈഫിന് ഒരു സർപ്രൈസ് കൊടുത്തിട്ട് ചേട്ടൻ സർപ്രൈസ് ആയിട്ടുണ്ടെന്ന് കേട്ടു. അതേതായിരുന്നു? അങ്ങനത്തെ ഒരു സർപ്രൈസ് ഉണ്ട് ഞങ്ങളുടെ ചാനലിൽ തന്നെ ഇന്റർവ്യൂ കൊടുത്തിട്ട് ചേട്ടൻ സർപ്രൈസ്. ചേട്ടൻ വൈഫിന് സർപ്രൈസ് കൊടുത്തിട്ട് ചേട്ടൻ സർപ്രൈസ് ആയെന്ന് അല്ല, ചേട്ടൻ ഞങ്ങളുടെ ചാനലിൽ ഇന്റർവ്യൂവിന് വന്നപ്പോ പറഞ്ഞതാ. ഉണ്ടാവും, കൊടുത്തിട്ടുണ്ടാവും. എനിക്കിപ്പോ ഓർമ്മയില്ല അത് എന്തായാലും. ഞാൻ ഈ കഥ പറഞ്ഞിരുന്നൊക്കെ പിന്നെ എന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് പറയാനാ? അല്ല, എന്ത് സർപ്രൈസ് കൊടുത്തത്? മനസ്സിലായില്ലാന്ന്, കണ്ടിട്ട് മനസ്സിലായില്ലാന്ന്. അത് തന്നെ അപ്പൊ ചേട്ടൻ സർപ്രൈസ് ആയി. അത് അങ്ങനെയല്ല. എന്റെ ഭാര്യ ആദ്യം അവൾക്ക് നല്ല കണ്ണട ഉണ്ടായിരുന്നു, നല്ല പവറുള്ള കണ്ണട ഉണ്ട് കേട്ടോ. അപ്പം ഇവള് പ്രസവിച്ചു കഴിഞ്ഞപ്പോ ഞാൻ വിദേശത്ത് ഇന്തോനേഷ്യയിലായിരുന്നു. പിറ്റേ ദിവസം അന്ന് പൂനെയിലായി ഇവള്. ഞാൻ നാട്ടിൽ വന്ന് ഇറങ്ങിയിട്ട് ബോംബെയിൽ ഫ്ലൈറ്റിൽ ഇറങ്ങി ബൈ റോഡ് നാളെ അവിടെ എത്തുള്ളൂ എന്ന് ഒരു ദിവസം നേരത്തെ എത്തി. ഡോറ് തുറന്നപ്പോൾ അവളുടെ അമ്മയോട് കൈ ഇങ്ങനെ മിണ്ടരുതെന്ന് കാണിച്ചിട്ട് അവളുടെ റൂമിൽ കിടക്കുക. ഞാൻ ആ ഡോറിൽ പോയി ഇങ്ങനെ നിന്നപ്പോൾ അമ്മയെ ആരോ വന്നേക്കുന്നത് കണ്ണട വെച്ചിട്ടുണ്ടായിരുന്നില്ല. അതാണ് ഇവര് പറയുന്നത്. അത് ഞങ്ങളുടെ ചാനലിൽ ചേട്ടൻ ഇന്റർവ്യൂവിന് ആര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതങ്ങനെ എന്നിട്ടാണ് ഞാൻ അതെന്തോ കണ്ണ് ഓപ്പറേഷന്റെ കാര്യം പറഞ്ഞപ്പോ പറഞ്ഞ. ധ്യാൻ ചേട്ടന് തന്നെ ഒരു കസിൻ ഇല്ലേ, ധ്യാൻ ചേട്ടൻ തന്നെ വേറെ വേർഷൻ ആണ് എന്ന് പറയണ്ട്. ചേട്ടൻ അറിഞ്ഞായിരുന്നോ അത്? അറിഞ്ഞോ? അല്ല, നിങ്ങളുടെ ഫാമിലിയിൽ എല്ലാവരും ഏകദേശം അങ്ങനെ ഒരു വൈബാണോ? ഇല്ല, ഫാമിലി വേറൊരാള് ബുദ്ധിമാനുണ്ടല്ലോ ഞങ്ങളുടെ ഫാമിലി. അങ്ങനെയല്ല, പുള്ളി കുറച്ച് റിസർവ്ഡാ. ചേട്ടാ ഞാൻ ഉദ്ദേശിച്ച റിസർവ്ഡ് തന്നെയാണോ ചേട്ടൻ ഉദ്ദേശിക്കണേ? എനിക്കറിയാവുന്ന റിസർവ്ഡും നീ അറിയാവുന്ന റിസർവ്ഡ് എന്താന്ന് എനിക്ക്, നിന്റെ റിസർവ്ഡ് എന്താണെന്ന് പറയോ? എന്റെ റിസർവ്ഡ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ? കുറച്ചൊന്ന് നേരത്തെ രമേശ് ചേട്ടൻ കാണിച്ചു പോട്ടെ. അതല്ല, കുറച്ചും കൂടെ ഒന്ന്, അല്ല കുറച്ച് ഒതുങ്ങി ഉള്ളിലെ ഇരിക്കുന്ന ആളാണോ അങ്ങനെ ഒതുങ്ങി ഞാനല്ല, ഇവരിപ്പോ പറഞ്ഞു വരുന്നത് നമ്മുടെ കാര്യമൊന്നുമല്ല. നിനക്കൊരു ശത്രു നിന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ വന്നു എന്നാണ് പറഞ്ഞു വരുന്നത്. അതല്ലേ പറഞ്ഞതിന്റെ അർത്ഥം? അതാണ് കുടുംബത്തിൽ ഇതുപോലത്തെ ആൾക്കാരുണ്ടോന്ന് ചോദിച്ചു. അല്ല, വേറെ ഏതോ ശത്രു ഇറങ്ങി ഇവര് ആദ്യം പറഞ്ഞത്. സത്യം രാകേഷ് ചേട്ടന്റെ ഇന്റർവ്യൂവിന്റെ താഴെയൊക്കെ ഇങ്ങനെ ധ്യാൻ ചേട്ടനൊരു ഇതാവോന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിയാവോ എന്നും അങ്ങനെ തോന്നുന്നുണ്ടോ? നിനക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. അപ്പൊ പിന്നെന്ത് ആൻസർ ബന്ധുവല്ലേ? ബന്ധുവിരിക്കുമ്പോ കഞ്ഞിയിൽ എന്തെങ്കിലും കൊണ്ടിട്ട് പോട്ടെ. നിനക്ക് തോന്നുന്നുണ്ടല്ലോ? ഇല്ല. അപ്പൊ പിന്നെ ചോദ്യത്തിന് ഉത്തരം കിട്ടി. പ്രസക്തിയോ? ഓക്കെ, അപ്പം ഫെബ്രുവരി 28 ഇറങ്ങാൻ പോകുന്ന ആപ് കൈസേ ഹോക്കെ എല്ലാവിധ ആശംസകളും. ഒരു ഇന്റർവ്യൂ കഴിഞ്ഞിട്ടൊരു എന്താ ഇന്റർവ്യൂ. ചേട്ടന്റെ ഭാര്യക്ക് സർപ്രൈസ് കൊടുത്തിട്ട് ചേട്ടൻ സർപ്രൈസ് ആയിട്ട് താൻ എന്താന്ന് ചോദിക്കുന്ന പ്രിപ്പയർ ചെയ്ത് വന്നേക്കണെന്ന് ബുദ്ധി കൂടിയിട്ട്. അല്ല ചേട്ടൻ ശരിക്കും പ്രിപ്പയർ ചെയ്തത്. ഞാൻ ചേട്ടൻ ഇന്റർവ്യൂ ഒക്കെ ഇരുന്ന് കണ്ടു. അപ്പോഴാണ് എനിക്ക് അത് ബുദ്ധിയിൽ ടോപ്പായിട്ടുണ്ട്. മോട്ടറാക്കി. ഓക്കെ, പോപ്പുലർ ആവട്ടോ. താങ്ക് യു ചേട്ടാ. മറ്റേ വഴി വരുമ്പോ കാണാം.